Okay, next question നോക്കാം. Which of the following is the most important characteristics of the alumina in brick earth? A. Maintain plasticity. B. Increase strength of the brick. C. To manufacture impermeable. D. Reduce warping when heated. Okay, അപ്പം ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞത് എന്താണ്? അലൂമിനിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ് ബ്രിക്കിൽ. ഓക്കെ, അലൂമിനിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രയാണ് അത് പി എസ് സിയിൽ കുറെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് അവർ. ഓക്കെ, അപ്പൊ എത്രയാണ്? 20-30% ആണ്. ഓക്കെ, അതേപോലെ എല്ലാ പ്രൊപ്പോർഷൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അലൂമിനിയുടെ പ്രൊപ്പോർഷൻസ് ഇമ്പോർട്ടൻ്റ് എത്രയാണ്? 20-30% ആണ്. ക്ലിയർ ആണല്ലോ? അതേപോലെ ഇൻ കേസ് അലൂമിന എക്സസ്റ്റിലാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കുവാണെങ്കിൽ, എക്സസ്റ്റിലാണെങ്കിൽ വാർപ്പിംഗ് ആൻഡ് ട്വിസ്റ്റിംഗ് നടക്കും. ഓക്കെ, വാർപ്പിംഗ് ആൻഡ് ട്വിസ്റ്റിംഗ് നടക്കും എപ്പോഴാണ്? ബേൺ ചെയ്യുമ്പോൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഈക്വൽ ഷ്രിങ്കേജിനെയാണ് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സസ്റ്റിലാണെങ്കിൽ, അലൂമിന എക്സസ്റ്റിലാണെങ്കിൽ വാർപ്പിംഗ് ആൻഡ് ട്വിസ്റ്റിംഗ് നടക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അലൂമിനയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണ്? അലൂമിന നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പർപ്പസ് എന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ടു ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യാനാണ് നമ്മൾ അലൂമിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഇതായിരിക്കും. ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ ടു മെയിൻറ്റെയിൻ പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോറി, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ടു മെയിൻറ്റെയിൻ പ്ലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The water absorption expressed in percentage for burnt clay perforated brick should not be more than A5, B15, C25, D35. ഓക്കെ, അപ്പൊ ബ്രിക്കിന്റെ കേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ വാട്ടർ അബ്സോർപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിന്റെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ബ്രിക്കിന്റെ ബേസിൽ നമുക്ക് അറിയാം എന്താണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക്. അതിന്റെ കേസിലാണ് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചത്. പക്ഷെ ആക്ച്വൽ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ വരുന്നത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ദ ബ്രിക്ക് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ ബ്രിക്ക് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടു കാണും എന്താ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 Newton/mm²-നെക്കാട്ടിൽ മേളിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 10 mm-നെക്കാട്ടിൽ മേളിലുള്ളതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിലും കാറ്റഗറി ഉണ്ട്. നമ്മുടെ കോഡൽ വാല്യൂ പറയുന്ന കാറ്റഗറി ഉണ്ട്. അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? 10-നെക്കാളും മേളിൽ. ഓക്കെ, 10-ൽ മേളിൽ പറയുമ്പോൾ 12.5 ഉണ്ട്, അതേപോലെ 15 ഉണ്ട്, 17.5 ഉണ്ട്, അങ്ങനെ കാറ്റഗറി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കും അല്ലേ? 20%, 22%, അതൊക്കെ ബൈ ഹാർട്ട് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ അതിന് ഡെപ്ത് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? സ്ട്രെങ്ത് ബേസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ എന്താണ്? ഇൻ കേസ് 12.5 Newton/mm²-നെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ ഫോർ ദ ബ്രിക്ക് ഷുഡ് നോട്ട് ബി മോർ ദാൻ 15% ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 15%-നെക്കാട്ടിൽ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അതേപോലെ ഇൻ കേസ് 12.5 Newton-നെക്കാളും 12.5 Newton/mm²-നെക്കാട്ടിൽ കുറവാണ്. അപ്പോൾ കുറവെന്ന് പറയുമ്പോൾ ഏത് ലിമിറ്റ് വരെ വരും? അപ് ടു 10 വരെ വരും. ഓക്കെ, ഈ റേഞ്ചിലാണെങ്കിൽ വാട്ടർ ഷുഡ് നോട്ട് ബി മോർ ദാൻ 20%. ഓക്കെ, വാട്ടർ അബ്സോർപ്ഷൻ 20%-നെക്കാട്ടിൽ കൂടാൻ പാടില്ല. ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന റഫായിട്ട് എന്താണ്? 20% ഡയറക്റ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, പക്ഷെ അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്? നമ്മുടെ സ്ട്രെങ്ത് ബേസ് ആണ് ബ്രിക്ക്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കെങ്കിൽ സ്ട്രെങ്ത് ബേസ് ആണെങ്കിൽ 10 Newton-നെക്കാട്ടിൽ വലുതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിലും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് കോഡൽ വാല്യൂ പറയുന്നത്? 12.5-നെക്കാട്ടിൽ താഴെയാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എത്ര ആയിരിക്കണം? മിനിമം 20 വരെ മെയിൻറ്റെയിൻ ആവണം. ഓക്കെ, അതേപോലെ നമ്മുടെ എന്താണ് 12.5-നെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഷുഡ് നോട്ട് ബി മോർ ദാൻ എത്ര ആയിരിക്കണം? 15 ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഷുഡ് നോട്ട് ബി മോർ ദാൻ 15 ആൻഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 20 ആയിരിക്കണം. 12.5 to 10 വരെയുള്ള റേഞ്ച്. അതാണ് ആക്ച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഓവറോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതാണ് 20%. ഓക്കെ, 20% ആകുമ്പോൾ എല്ലാം കവർ ആവും. ആ ബേസിലാണ് ആക്ച്വൽ ആയിട്ട് പറയുന്നത്. പക്ഷേ ഇൻ കേസ് നമ്മുടെ ഓപ്ഷനിൽ 20% ഇല്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. മനസ്സിലാവും? അപ്പോൾ 20% ഇല്ലെങ്കിൽ നമ്മൾ ഏതിന് മാർക്ക് ചെയ്യണം? 15% എന്ന് മാർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതേ ബേസിൽ ക്വസ്റ്റ്യൻ പെർഫറേറ്റഡ് ബ്രിക്ക് സെയിം കാറ്റഗറിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ടർ അബ്സോർപ്ഷൻ ഫോർ ബേൺഡ് ക്ലേ പെർഫറേറ്റഡ് ബ്രിക്ക് ഷുഡ് നോട്ട് ബി മോർ ദാൻ എത്രയാണ്? 5 തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്, 25 തന്നിട്ടുണ്ട്, 35 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം 20 എന്ന് പറഞ്ഞത് ഓപ്ഷനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ?
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും 15 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ എല്ലാ കേസസിലും 20% തരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ ഏതാണ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടത്? 15 ആണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് അതേപോലെ ക്ലാസ് സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിലും നമ്മൾ 15 മെൻഷൻ ചെയ്യണം. അതേപോലെ 20 എപ്പോഴാണ് മെൻഷൻ ചെയ്യേണ്ടത്? 12.5 കുറവാണെങ്കിലാണ് 20 മെൻഷൻ ചെയ്യേണ്ടത്. വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പർട്ടിക്കുലർലി ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ പെർഫറേറ്റഡ് ബ്രിക്കിന്റെ കേസാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഷുഡ് നോട്ട് ബി മോർ ദാൻ 15%. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calculate the number of bricks required for a 5 cubic meter brick wall. A 250, B 600, C 1500, D 2500. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയത്. 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയാണ്. 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്ര ബ്രിക്സ് ആണ് നമ്മൾ നോക്കി. 500 ബ്രിക്സ് ആണ് നമ്മൾ നോക്കി. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എത്രയാണ്? 5 ക്യൂബിക് മീറ്റർ ആണ്. ഓക്കെ, 5 ക്യൂബിക് മീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 500 into 5. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? 2500. ക്ലിയർ ആണല്ലോ? അതിൽ ആർക്കും ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിപ്രസെന്റ് ദ നോമിനൽ സൈസ് ഇൻ mm ഓഫ് എ മോഡുലർ ബ്രിക്ക്? എ 100 into 100 into 100, ബി 100 into 100 into 50, സി 200 into 100 into 100, ഡി 200 into 200 into 100. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും കൂടെയാണ് അല്ലേ? അപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓബിയസ്ലി അറിയാം 50 എന്തായാലും നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, അതേപോലെ 200 നമ്മൾ കേട്ടിട്ടില്ല. അതേപോലെ 3 100 ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? 200 into 100 into 100. ഓക്കെ, അപ്പോൾ സ്പെസിഫൈ ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ നോമിനൽ സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോമിനൽ സൈസ് ഓഫ് ദ മോഡുലർ ബ്രിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ആവുന്ന റേഞ്ച് നമുക്ക് തരും. ഓക്കെ, നോമിനൽ സൈസ് തരും. അതേപോലെ 190 into 10 into 10 അങ്ങനെയും തരും. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൺസെപ്റ്റ് നമുക്ക് തരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? 190 into 90 into 90 അങ്ങനെയും തരും. അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നോമിനൽ സൈസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ്? നമ്മുടെ മോട്ടറിനെ കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് ഇത്ര വരുന്നത് 200 into 100 into 100. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. For which of the following is an ideal warehouse is provided? Okay, ideal warehouse നമ്മൾ ഏത് following of casesലാണ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? എ വാട്ടർപ്രൂഫ് മെഷീനറി വാൾസ്, ബി വാട്ടർപ്രൂഫ് റൂഫ്, ഫ്യൂ വിൻഡോസ് വിച്ച് റിമെയിൻ ജനറലി ക്ലോസ്ഡ്, ഡി ഓൾ ദീസ് അബോവ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറേജ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്, സ്റ്റോറേജ് റൂമാണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം അത് നമുക്ക് സ്റ്റോർ ചെയ്യണം. എന്തെങ്കിലും മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാം എന്താണ്? വാൾ എന്തായിരിക്കണം? വാട്ടർ പ്രൂഫ് ആയിരിക്കണം അല്ലേ? വാൾ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. അതേപോലെ പ്ലാറ്റ്ഫോം, നമ്മൾ വെക്കുന്ന പ്ലാറ്റ്ഫോം എന്താണ്? കുറച്ചുകൂടെ റേസ്ഡ് ആയിരിക്കണം. മോയ്സ്ചർ വരാതിരിക്കാനുള്ള സിറ്റുവേഷനിൽ കുറച്ചുകൂടെ റേസ്ഡ് ആയിരിക്കണം. അത് നമുക്കറിയാം. ഓക്കെ, അതേപോലെ വിൻഡോസ് ആൻഡ് ഡോർസ് എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കണം ജനറലി. അതൊക്കെ ജനറൽ ആയിട്ടുള്ള കേസാണ്, എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ എ ബി സി. ഓക്കെ, അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.